ആ തിര ഒഴിഞ്ഞിട്ട് തോണി ഇറക്കാൻ നോക്കിയാൽ പറ്റൂടാ. നീ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട മോനെ. ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം. എൻ്റെ പൊന്നച്ഛ, അച്ഛനെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഞാൻ എൻ്റെ പുതിയ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഈ ക്വാർട്ടറിൽ കഴിയും മുമ്പ് അത് തീർക്കണം. അത് കഴിഞ്ഞാലേ നേരെ ചൊവ്വയൊന്ന് ശ്വാസം വിടാൻ പറ്റൂ. എടാ മോനെ, അതാ ഞാൻ പറഞ്ഞത്. നീ ഒരു 1 ഡേ ലീവ് എടുത്ത് വന്ന് പെണ്ണിനെ കണ്ടേച്ചു പോകും. ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. പിന്നെ നീ ഒരു കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി. 1 ഡേ ലീവ് എന്നല്ല, 1 അവർ കൂടി ഇവിടുന്ന് മാറി നിന്നാൽ ടോട്ടലി കൊളാപ്സ് ആവും. എന്തായാലും ഈ മാസം കഴിയാതെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല അച്ഛാ. എടാ, നിന്റെ കാര്യം പറഞ്ഞ അമ്മ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഞാൻ കാലത്ത് അമ്മയെ വിളിച്ചായിരുന്നു. അച്ഛൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കും. എടാ മോനെ, കറണ്ട് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി അച്ഛാ.
മാവോയിസ്റ്റ് ആക്രമണം തുടർക്കഥയാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ നടന്ന കൊലപാതകങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് വേണം കരുതാൻ. 2 ദിവസം മുമ്പ് ഫോറസ്റ്റ് ഓഫീസർ മഹാദേവന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണോ SI ബാബുരാജിന്റെ മർഡറിന് പിന്നിലെന്നും വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിലേ അറിയാൻ കഴിയൂ എന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. CI വർക്കിയുടെ നേതൃത്വത്തിൽ മഹാദേവന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിച്ച വേളയിൽ തന്നെയാണ് രണ്ടാമത്തെ കൊലപാതകം എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൂടെ. സർ, ഇൻക്വസ്റ്റ് ഓൾമോസ്റ്റ് തീരാറായി. ഹലോ സാർ. ഫോറൻസിക് ആൻഡ് ഇൻക്വസ്റ്റ് നടക്കുകയാണ് സാർ. ഇല്ല സാർ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല സാർ. വിളിക്കാം സാർ. ശരി സാർ. SP എവിഡൻസ് വല്ലതും കിട്ടിയോന്ന്? കൊല്ലുന്നവനിവിടെ എവിഡൻസ് എടുത്ത് ഡ്രോയ്ക്കകത്ത് വെച്ചിട്ടല്ലേ പോകുന്നത്? അദ്ദേഹത്തിന് മുകളിൽ നല്ല പ്രഷറാണ് സാർ. 2 ദിവസത്തിനകത്ത് 2 കൊലപാതകങ്ങൾ. അതും CI വർക്കിയുടെ നേതൃത്വത്തിൽ മഹാദേവന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിച്ച വേളയിൽ തന്നെയാണ് രണ്ടാമത്തെ കൊലപാതകവും എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൂടെ. SI ബാബുരാജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, 48 മണിക്കൂറിനുള്ളിൽ 2 കൊലപാതകങ്ങൾ, 2 ഉയർന്ന റാങ്കിലുള്ള ഓഫീസേഴ്സ്, ഒരാൾ ഫോറസ്റ്റ് ഓഫീസർ, ഇപ്പോൾ സ്ഥലം SI. ഇതുവരെ താങ്കൾ നയിക്കുന്ന അന്വേഷണ സംഘത്തിന് യാതൊരു തെളിവും ശേഖരിക്കാൻ കഴിയാത്തത് ഒരു ഗുരുതര വീഴ്ചയെ ഞങ്ങൾ ആരോപിച്ചാൽ താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. ഒരു ചോദ്യം കൂടി. സാർ, മാവോയിസ്റ്റ് ആക്രമണമായിട്ട് കാണാൻ പറ്റുമോ, അതോ കൊലക്കൊട്ടേഷൻ സംഘത്തിന്റെ ചെയ്തികൾ എങ്ങനെയോ? ഇല്ല, അതൊന്നും വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. അന്വേഷണത്തിന് ശേഷം പറയാൻ പറ്റും. 2 കൊലപാതകങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുമ്പോൾ കുറ്റകൃത്യം നടത്തിയവർ ഈ വനാതിർത്തി കടന്നു പോയിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. വരും നാളുകൾ ഭീതിജനകമാണോ? കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമോ? കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ദിലീപിനൊപ്പം വയനാട്ടിൽ നിന്നും ഡിബിൻ ജോഷി, മലബാർ ന്യൂസ്. ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും മനസ്സിലായിട്ടില്ല. ഇല്ല സർ. ഒരാളെ പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. സർ, പുലർച്ചെ 2 മണിക്കുള്ള ആക്രമണമല്ലേ? പാവങ്ങളിടന്ന് ഉറങ്ങിപ്പോയി കാണും. അത് ശരിയാടോ. പക്ഷെ നാളെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മളിതെങ്ങനെ അവതരിപ്പിക്കും? സർ, അത് ഇല്ല, എത്തിയിട്ടില്ല. എൻ്റെ ശശാങ്ക MLA ആണെങ്കിലും താൻ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇതുവരെ ഇക്കാര്യത്ത് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. അത് CI വർക്കിയുടെ കുറ്റമൊന്നുമല്ല. വെൽ പ്ലാൻഡായ അവർ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്.
മുഖ്യമന്ത്രിയല്ലേ, പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സമ്മതിച്ചു. അയാളിപ്പോൾ എന്തൊക്കെ പറയുമെന്ന് ഇനി കണ്ടറിയേണ്ടത്. ശരി ശരി, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കാം. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. ഇപ്പോ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രസ് മീറ്റും അതിലെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഫോറസ്റ്റ് ഓഫീസർ മഹാദേവന്റെയും എസ് ഐ ബാബുരാജിന്റെയും കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണ പുരോഗതിയെ കുറിച്ച് അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിഷ്ക്രിയത്വം, ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത, നാടൊട്ടുക്കും അക്രമങ്ങളും കൊലപാതകങ്ങളും, പ്രതിപക്ഷവും മീഡിയക്കാരും കൂടെ ചേർന്ന് വായി തോന്നണം വിളിച്ചു പറയുന്നത് അറിയുന്നുണ്ടല്ലോ അല്ലേ? രണ്ട് കൊലപാതകങ്ങൾ, കൊല്ലപ്പെട്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ. മിസ്റ്റർ കുരുവിള സർ, ഈ സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ പറ്റുള്ളൂ? സ്റ്റേഷനിലേക്കാരെ കൊല നടത്തിയവർ ചില്ലറക്കാരല്ല സർ. അർദ്ധരാത്രി ഗാങ്ങായി വന്നുള്ള ആക്രമണം. ഇന്നലെ അവർ നടത്തിയ അറ്റാക്കിന്റെ സമയത്ത് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ട എസ് ഐ ബാബുരാജ് അടക്കം 5 പേരായിരുന്നു. പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന പോലീസുകാർ പറഞ്ഞതനുസരിച്ച് അതൊരു സഡൻ അറ്റാക്കായിരുന്നു. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് അവർ കൃത്യം നടത്തിപ്പോയി കഴിഞ്ഞിരുന്നു എന്നാണ് അറിഞ്ഞത്. പിന്നെ സ്റ്റേഷനിലെ CCTV ഒക്കെ തകർത്തുകൊണ്ട് വിഷ്വൽസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല സർ. അതുകൊണ്ട് ക്രൈം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടി വരും. അവന് ഞാൻ കളക്ട് ചെയ്യണം? അതല്ല സർ, അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴേക്കും അവരടുത്ത ആളെ തട്ടും. ഫോറസ്റ്റ് ഓഫീസറുടെ കൊള്ള നടന്നപ്പോഴും താൻ ഇതുപോലുള്ള എക്സ്ക്യൂസ് തന്നെ പറഞ്ഞു. ഈയിടോ മന്ത്രിസഭയുടെ കാലിൽ നിന്ന് നോക്കിയിരിക്കുന്നവർക്ക് എന്തിനോടോ ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള അന്വേഷണം പുതിയൊരു ടീമിനെ ഏൽപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. രണ്ട് തവണ നിന്നെ ഞാൻ അവർക്ക് പിടിച്ചു കൊടുത്തു. നിന്റെ പണവും ശക്തിയും കൊണ്ട് നീ ജയിലിൽ സ്വതന്ത്രമായി ജീവിച്ചു. കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. CI വർക്കിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം എങ്ങുമെത്താത്തതിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് മറ്റൊരു സംഘത്തിന് കൈമാറാൻ SP ഡേവിഡ് കുരുവിളെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത്. ജെസിക്ക വിൽസൺ വധക്കേസിന്റെ വിധി ഇന്നറിയാം. നാളേറെ ചർച്ച ചെയ്യപ്പെട്ട ജെസിക്ക വിൽസൺ വധക്കേസിന്റെ വിധി ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാനാകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമായി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അതൊരു കൊലപാതകമായിരുന്നു എന്ന വസ്തുത പുറത്തു കൊണ്ടുവന്നത് CI ജോഷി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു. ജെസിക്കയുമായി അടുത്ത ബന്ധമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഭർത്താവായ പ്രതി രാജു വിൽസന് ജോഷി മാത്യുവിന് മുന്നിൽ കുറ്റം സമ്മതിക്കേണ്ടതാണ്. ജെസിക്കയുടെ മരണം ആത്മഹത്യയല്ലെന്നും സിറിഞ്ച് ഉപയോഗിച്ച് ആപ്പിളിൽ വിഷം കുത്തിവെച്ച് താൻ തന്നെ കൊന്നതാണെന്നും പ്രതി മൊഴി നൽകി.
In the trial conducted for the murder of Jessica Wilson, the prosecution was able to prove beyond reasonable doubt that the accused Raju Wilson has committed the murder of Jessica Wilson. Therefore, this court hereby finds the accused is guilty according to section 302 of Indian Penal Code. Joshi Matthew, the CI who conducted the investigation in this case, deserves special appreciation. It is only due to the effective investigation conducted by him, the prosecution was able to prove that the death of Jessica Wilson was not a suicide. യെസ്, ഏർലിയസ്റ്റ് പോസിബിൾ. ഒരു ബ്രേക്ക് ത്രൂ അത് കണ്ടുപിടിച്ചേ പറ്റൂ. തന്നോട് ഈ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നോ സർ. ഇപ്പോൾ ചാർജ് സി ഐ വർക്കിയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് തന്നെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. ദാ കുടിക്ക്. സോ കാര്യങ്ങൾ വഷളാവാതെ നോക്കണം. സർ, മേ കം ഇൻ സർ? കമിൻ. എന്നത്തെയും പോലെ താൻ നേരത്തെയാണ് സർ. ആ താനിരിക്കടൂ. ജോഷി, ഇതാണ് ഞാൻ പറഞ്ഞ സി ഐ വർക്കി. ഹായ് വർക്കി, ഇത് ജോഷി മാത്യു. ഇയാളാണ് ഇനി മുതൽ കേസ് അന്വേഷിക്കുന്നത്. ആ പിന്നെ ആ കേസ് ഫയലൊക്കെ ജോഷിക്ക് കൈമാറിയേക്ക് ഒഫീഷ്യലായിട്ട്. ശരി സർ. ആ പിന്നെ വൺ മിസ്റ്റർ എസ് ഐ ഫിറോസ് തന്നെ അസിസ്റ്റ് ചെയ്യും. സർ. ടേക്ക് ഇറ്റ്. നോ താങ്ക്സ് സർ. ആ ഒന്നെടുക്കടോ. ചുയിങ്കം ജോ മസിൽ സ്ട്രോങ് ആക്കും. അതല്ലെങ്കിൽ സ്ട്രോങ് ആണ് സർ. ഫിറോസേ, വർക്കി സാറ് പ്രിപ്പയർ ചെയ്ത കേസ് ഫയലൊക്കെ ഞാൻ കണ്ടു. ഇരി. പക്ഷെ അതിൽ കുറ്റവാളികളോട് ലിങ്ക് ചെയ്യണേ ഒന്നും അതിലില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? തന്നെയുടെ ഫിറോസേ? സാർ, എൻ്റെ ഒരു സംശയം ഇതൊരു മാവോയിസ്റ്റ് മൂവ്മെന്റ് ആണോ എന്നാണ്. എടോ, മാസം അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ഗവൺമെന്റിൽ നിന്ന് വല്ല അലവൻസും കിട്ടണ്ടോ? ഇതൊന്നുമല്ല. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു സാർ. അന്ന് രാത്രി ഏകദേശം ഒരു 2 മണി കഴിഞ്ഞ് കാണും. സർ, ഒന്ന് വന്നേ.
ലൈറ്റായിട്ട് എന്തുണ്ടാ? ലൈറ്റായിട്ട് ഒന്നുമില്ലേ? മുറുക്കുണ്ട്, നല്ല വടകര മുറുക്ക്. എന്നാ പിന്നെ ഒന്ന് മുറുക്കാം. ഓ എന്നാ 2 മുറുക്ക് എടുത്തോട്ടോ. ആയിക്കോട്ടെ. രണ്ടുപേര്. എന്താണ് സാർ? 2 കൊലപാതകങ്ങൾ, ചുവരിൽ അസ്ത്രചിഹ്നം. അതിനർത്ഥം അവരുടെ അടുത്ത മൂവ്മെന്റ് ഉടനെ ഉണ്ടാവും. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും സാർ? ആ അസ്ത്രചിഹ്നം സൂചിപ്പിക്കുന്നത് അതാണ് ഫിറോസെ. കൊട്ടും പാട്ടും പടപ്പോരുമായി കത്തും കണ്ണിൻ കലിത്താളമായി. കൊട്ടും പാട്ടും പടപ്പോരുമായി കത്തും കണ്ണിൻ കലിത്താളമായി മിന്നിത്തേടും കിനാക്കളെ പൊൻകിനാക്കളെ തെന്നിപ്പായും കൊടുന്നനെ പൊടുന്നനെ. കാലം കാക്കും നാളം പോലെ ജീവൻ തേടും മോക്ഷം പോലെ വേഷം മാറും നാടും നീലെ തീരം കണ്ടു താളം മാറ്റും. കൊട്ടും പാട്ടും പടപ്പോരുമായി കത്തും കണ്ണിൻ കലിത്താളമായി പിന്നിത്തേടും കിനാക്കളെ പൊൻകിനാക്കളെ തെന്നിപ്പായും കൊടുന്നനെ പൊടുന്നനെ. അന്ന് മോന്റെ ഫാദർ ഡൗട്ട്ഫുൾ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? അന്ന് വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചാണ്. തിരക്കായതുകൊണ്ട് വരാൻ പറ്റില്ല. വളരെ ഹാർഷായിട്ട് എനിക്ക് അച്ഛനോട് സംസാരിക്കേണ്ടി വന്നു. പിന്നീട് ആ ക്വാർട്ടേഴ്സ് കറണ്ട് പോയെന്ന് പറഞ്ഞ് അച്ഛൻ കോള് കട്ട് ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. ഹേയ് കൂൾ കൂൾ, ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. കൂൾ യാ. ഉന്നം തെറ്റാതെ മുന്നോട്ട് പോകാം, നേരും കാത്തിടാം, പോരാടാം. ചോടും മാറ്റാതെ ദൂരങ്ങൾ നേടാം, മേലെ മിന്നിടും താരങ്ങൾ. ഓരോ ഇഴയും അകലുന്നേ, ഇതേറിവും തെളിയുന്നേ. നാടെല്ലാം തേടുന്നേ, കടലെല്ലാം ചിതയുന്നേ, കടലാകെ വീശുന്നേ, മുത്തെല്ലാം കോരുന്നേ. അന്വേഷിച്ചിടത്തോളം അങ്ങനെ അച്ഛൻ്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. ബട്ട് സംതിങ് ഇസ് റോങ്. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല സർ, അച്ഛൻ്റെതായാലും അമ്മയുടേതായാലും ഫാമിലീസ് ഞങ്ങളെല്ലാവരും ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അനീഷ്, അച്ഛനോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും മനുഷ്യനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ. എൻ്റെ അച്ഛനെ കൊന്നവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം സർ. വർണ്ണം പൂക്കുന്ന തീരങ്ങൾ തേടാം, വീറും നീറ്റിടാം, ഉലയൂതാം. ചിത്രം മാറുന്നേ, ഭാവങ്ങളേറെ കാണാ കണ്ണിൻ്റെ നോട്ടങ്ങൾ. ആലേരാവും പുലരുന്നേ, ഇന്നോരോ മനവും പുകയൂന്നേ.
നേരെല്ലാം ഉരുളുന്നേ ആരെല്ലാം പോരുന്നേ ഓരോന്നായി അടിയുന്നേ മൗനങ്ങൾ പാടുന്നേ ഒട്ടും പാട്ടും പടപ്പോരുമായി കത്തും കണ്ടിൻ കലിത്താളമായി മിന്നിത്തേടും കിനാക്കളെ പൊൻകിനാക്കളെ തെന്നിപ്പായും കൊടുമ്പനെ കൊടുമ്പനെ കാലം കാക്കും നാളം പോലെ ജീവൻ തേടും മോക്ഷം പോലെ വേഷം മാറും നാടും നീലെ തീരം താണ്ടും താളം ഈ പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞാനും കണ്ടതാണോ? എനിക്കറിയേണ്ടത് നിങ്ങൾ പുതുതായി കണ്ടെത്തിയ എവിഡൻസ് ആണ്. സാർ, ഈ ആക്രമിക്കപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ ശിവദാസൻ നായരുടെയും ബാക്കിയുള്ളവരുടെയും മൊഴി കണക്കിലെടുക്കാൻ ഏകദേശം ഒരു 8-9 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ മഹാദേവൻ്റെയും മർഡറിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണ്. പക്ഷേ ഈ 2 മർഡറിനും അവർ ഉപയോഗിച്ചേക്കുന്ന ആയുധം രണ്ടാണ്. സർ, മഹാദേവനെ കൊല്ലാൻ ഉപയോഗിച്ചേക്കുന്നത് ബിയർ ബോട്ടിൽ പോലുള്ള കുപ്പിയാണെങ്കിൽ SI ബാബുരാജനെ കൊല്ലാൻ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ തന്നെ സ്റ്റേഷനിലെ 303 റൈഫലിന്റെ നൈഫ് ഉപയോഗിച്ചാണ്. സർ, എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ഈ 2 ബോഡികളും അതിക്രൂരമായി വെട്ടി വികൃതമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള മോട്ടീവ്? സർ, നാടൻ ഭാഷയിൽ പറഞ്ഞ കൊടും പക. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ 2 ബോഡിയിലുണ്ട്. സാർ, ഈ 2 ഓഫീസർമാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും റിപ്പോർട്ട് പ്രകാരം ഒരു മോശമായിട്ടുള്ള പരാമർശമോ അല്ലെങ്കിൽ പറയത്തക്ക ശത്രുക്കളോ ഒന്നുമില്ല. താൻ എന്താ പറഞ്ഞു വരുന്നത്? സാർ, അതൊരു പ്ലാൻഡ് മർഡറാണ്. പ്രത്യേക ശൈലിയൊന്നും ഫോളോ ചെയ്യാതെ, ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നമ്മുടെ എല്ലാ അന്വേഷണത്തിനെ വഴിതെറ്റിച്ചുകൊണ്ടുള്ള ഒരു വെൽ പ്ലാൻഡ് ഗ്യാങ് മൂവ്മെന്റ്. സ്ട്രോങ് വെപ്പൺസ് ഒന്നും ഇല്ലാതെ 2 കൊലപാതകങ്ങൾ, അത് ഓഫീസേഴ്സ് റാങ്കിലുള്ള 2 പോലീസുകാർ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് സാർ. അതെ, ഇയാൾ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ജോഷി. സാർ, കിട്ടിയ തെളിവ് വെച്ച് നമുക്കിത് വിശ്വസിച്ചേ പറ്റൂ സാർ. പിന്നെ ഇൻവെസ്റ്റിഗേഷനെ കുഴപ്പിക്കുന്ന വേറൊരു കാര്യം, ഈ കൊല്ലപ്പെട്ട 2 പേരും 2 ഡിപ്പാർട്ട്മെന്റിലാണെന്നുള്ളതാണ്. ഒരാള് സ്ഥലം SIയും മറ്റേയാൾ ഫോറസ്റ്റ് ഓഫീസർ. ഇതാണോ സാറേ വലിയ ഇൻവെസ്റ്റിഗേഷൻ? ഇതിൽ നന്നായിട്ട് സാധാ പോലീസുകാർ ചെയ്യുമല്ലോ. സാർ, അങ്ങനെ ചുമ്മാ ചിരിച്ച് തള്ളണ്ട സാർ. ഈ 2 കൊലപാതകം തമ്മിൽ കൂട്ടിയിണക്കുന്ന ഇതുവരെ പുറം ലോകം അറിയാത്ത എന്തോ ഒരു കാര്യം ഇതിനൊപ്പം നടന്നിട്ടുണ്ട്. ഐ ആം ഡാം ഷുവർ. വേഗം വാ. ഒറ്റക്കൊമ്പനല്ല ഇരട്ടക്കൊമ്പനൊന്നല്ലോ. തമാശ.
മണ്ണ് മാറ്റാത്ത പിള്ളേരെ പഞ്ചാര കുറവാ. എന്താടാ മുരുക, നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ലൊക്കെ നേരത്തെ നൈറ്റ് തൂങ്കല്ല. വല്ല പേക്കിനാവും കണ്ടു കാണും. ഏയ് ഓടി വായില. ഇത് അടിവാരത്തെത്തിക്കാനോ അതോ തൽക്കാലം നിങ്ങളിത് പനമരത്തെത്തിച്ചാൽ മതി. അടിവാരത്തേക്ക് പിന്നെ ആവും. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിഴക്ക് ഭാഗത്ത് നല്ലൊരു തേൻകൂട് ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. അടിവാരത്തെത്തിക്കാനുള്ള തേന് അതിന്ന് കിട്ടും. ഇന്ന് രാവിലെ എത്തിയോ? അതവിടെ വെക്കടേ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. മോളെ, ഞാൻ കുറച്ച് അരിയും മറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. നീ നമ്മുടെ മാരനെ ഒന്ന് കൊടുത്തിട്ട് വാ. ചെല്ലേ. ആ സ്റ്റേഷനിലേക്കാരുടെ ഫുൾ ടൈം കറക്കാണോ? സ്റ്റേഷനിൽ മാത്രം കുത്തിയിരുന്നുകൊണ്ട് കേസ് അന്വേഷിക്കാൻ പറ്റും സാർ. അങ്ങനെ സാറേ, ഞാനിപ്പോൾ സ്റ്റേഷനിലെത്തും. പറഞ്ഞോ ജോഷി. ഐബിയുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. കേരളത്തിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച് മാവോ മൂവ്മെന്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് താനൊരു കാര്യം, തണ്ടർ ബോൾട്ട് കമാൻഡോ ഓഫീസറെ കോൺടാക്ട് ചെയ്ത് ആ വൈത്തിരി ഭാഗത്ത് ഒരു സെർച്ച് പ്ലാൻ ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ വൈത്തിരി. ഓക്കെ.
എന്തായാലും സാർ ഇടിച്ച് ഇഞ്ച പരിവാക്കിട്ടും ഒറ്റ ഒരുത്തന്നെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല സാർ. ഒരു രക്ഷയില്ലേ? അവിടെ വിളിക്കുന്നുണ്ട്. സാർ. എടോ, ഡെവലപ്മെന്റ് വല്ലതും ഉണ്ടോ? സാറേ, ഞങ്ങൾ മാറ്റി നിർത്തി ഇഞ്ച പരിവാക്കി ചോദിച്ചിട്ട് അവന്മാരൊന്നും വേണ്ടല്ല സാർ. അവന്മാര് കർണാടകത്തിലോട്ട് ചാടാൻ നോക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പെട്ടത്. അതിൽ 4 ഇഞ്ചോർഡുമായി. ഒരെണ്ണം ഇത്തിരി സീരിയസ്ലി ഇഞ്ചോർഡാണ് ഫയർ ചെയ്തിട്ട്. രണ്ടെണ്ണം രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷപ്പെട്ടവർ എന്തായാലും അതിർത്തി കടക്കാൻ സാധ്യതയില്ല. ആദിവാസികൾ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ അന്വേഷണം. സാർ. ആരും രക്ഷപ്പെടും, മനസ്സിലായല്ലോ? സാർ. പിന്നൊരു കാര്യം, ഇപ്പോ പിടിയിൽ അവർ സമ്മതിച്ചാലില്ലെങ്കിൽ മഹാദേവന്റെയും ബാബുരാജിന്റെയും കൊലയ്ക്ക് പിന്നിൽ ഇവരാണ് റിപ്പോർട്ട് ചെയ്യാൻ. സാർ, സാർ അത് വേണോ? വേണോ? ഇനി യഥാർത്ഥ കൊലയാളെ കിട്ടിയാലും ഇല്ലെങ്കിലും തൽക്കാലം ഈ കേസ് ഡയറി ക്ലോസ് ചെയ്യാലോ. ഒരു തലവേദന ഒഴിയട്ടോ പണ്ടാരോ. ഓ, எதுக்குடா அவசரப்படுற? எனக்கு தெரியும் இன்னைக்கு வேலையில நாளைக்கு தான் இருக்குன்னு. அண்ணா என்கிட்ட சொன்னாங்க. என்னடா உனக்கு ஒரு சந்தேகம்? டேய், தண்ணி உனக்கு பயமா? நீ குளிக்கவே மாட்ட? போடா. நான் போறேன். എത്രക്കാ? 20 നാളെ. ആ, അങ്ങനെ സംശയിക്കുന്ന രീതിയിൽ ആരും ഊരിലേക്ക് വന്നിട്ടില്ല സാർ. അതെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും പുതുതായിട്ട് ഊരിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ സ്റ്റേഷനിൽ ഇവർ അറിയിക്കണം. കാര്യം ഈ അടുത്ത് 2 ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കണം. ആ, അത് ചെയ്തത് നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. അവരോട് നിങ്ങൾ ആരെങ്കിലും സഹകരിച്ചു എന്ന് അറിഞ്ഞാൽ അത് സർക്കാരിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ കുഴപ്പം നിങ്ങളുടെ ഈ ഊരിനാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താടോ? ഇവിടെ ഒന്നും ആരുമില്ല സാർ. ഓ, ആരോടോ? എൻ്റെ കൂടെ തേനെടുക്കാൻ വരുന്നവരാ. എന്താണ് സാർ? ഓടും സാർ. ടയർ പൊട്ടിയതാണ് മാഡം. വാട്ട്?
പോലീസ് ഫോഴ്സ് ഇപ്പം തന്നെ ഉണ്ട്. ഓക്കെ. ഹലോ, എന്താടോ? സാർ ഒരു അനോണിമസ് കോളാണ്. ഒരു മെസ്സേജ് ഉണ്ടെന്ന് സാർ. ആ എന്താടോ? സാർ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ ക്വാർട്ടേഴ്സിൽ. സാറേ, ഞങ്ങളവിടെ എത്തുന്നവരെ സാർ പുറത്തിറങ്ങരുത്. സൂപ്രണ്ട് നേഹ മാഡത്തിനെതിരെ എന്തേ ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നതേ ഉള്ളൂ. സാർ സൂക്ഷിക്കണം. എടാ, എന്നെ നോക്കാൻ എനിക്കറിയാം, മനസ്സിലായല്ലോ. ആ ഫോം വെക്കടോ.
തുടർക്കുലയുടെ വേദിയായി വയനാട്. 3 ആഴ്ചക്കിടെ 3 കൊലപാതകങ്ങൾ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മഹാദേവന്റെയും പോലീസ് സ്റ്റേഷൻ അക്രമത്തിലൂടെ SI ബാബുരാജിന്റെയും കൊലപാതകത്തിന് ശേഷം CI വർക്കിയും കൊലപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ഞെട്ടിക്കുന്ന വാർത്തയ്ക്കാണ് പ്രഭാത കേരളം സാക്ഷിയായിരിക്കുന്നത്. ഈ കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ ആരാണ്, ഏത് സംഘടനയാണ് എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും കൃത്യമായ മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. ആദ്യം കൊല ചെയ്യപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മഹാദേവന്റെ കേസ് അന്വേഷിച്ച CI വർക്കിയെ SI ബാബുരാജിന്റെ കൊലപാതകത്തോടെ മാറ്റിയിരുന്നു. പകരം വന്ന CI ജോഷി മാത്യുവിന്റെ അന്വേഷണം പുരോഗമിക്കവെയാണ് CI വർക്കിയുടെ ദാരുണാന്ത്യം. ഈ കൊലപാതക പരമ്പരകളെ രാഷ്ട്രീയ കേരളം എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ നടന്നിരിക്കുന്ന 3 കൊലപാതകങ്ങളും. ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുള്ളവർക്ക് പോലും സുരക്ഷ ഇല്ല എങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ് ഇവിടെ? ഒരു ഭാഗത്ത് പുലിയും കടുവിറങ്ങി ആടുമാടുകളെ കൊന്നൊടുക്കുന്നു. ഇവിടെ ആരെന്ന് പോലും അറിയാത്ത ചിലർ കശാപ്പുകാരെ പോലെ വെട്ടും കൊലയുമായി നടക്കുന്നു. ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങളെ കിട്ടില്ല. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ കേരളത്തിലുടനീളം ഞങ്ങൾ പ്രക്ഷോഭപരമായ സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നു. തനിക്കൊരു ചായ കിട്ടുമോ? നോ സർ. അവന്മാരുടെ അടുത്ത് തരാനായിരിക്കും. വല്ല മാവോയിസ്റ്റോ നക്സലൈറ്റോ അതോ ഇനി വേറെ വല്ല സാധനം? എടോ ഇതെങ്ങനെ അവസാനിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഐഡിയ ഉണ്ടോ? സർ അടുത്ത 48 മണിക്കൂർ. താൻ വെറുതെ വിടുവായത്തരം പറയാതെ നാവിട്ടിരിക്കാതെ ചെയ്ത് കാണിക്കും. സർ കുറച്ച് സമയം കൂടി എനിക്ക്. പോ. സർ. ജോഷി, മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് കാലത്ത് തന്നെ അയാളുടെ പരിഹാസം കേട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ. എന്താണ് തന്റെ അടുത്ത മൂവ്മെന്റ്? സാർ ഞാൻ രാത്രി കൂടുതൽ ഫോഴ്സായിട്ട് കണ്ണൂരിന്നോ കോഴിക്കോടുന്നോ കിട്ടാവുന്ന ഫോഴ്സിനൊക്കെ വിളിച്ച് കാടും നാടും നഗരം അരിച്ചു പെറുക്കണം. സംശയം തോന്നുന്നു ഒരുത്തിനെ പോലും വെറുതെ വിടാൻ പാടില്ല. സർ ഇന്നത്തോടെ തീരുമാനമായില്ലെങ്കിൽ ജോഷി, ഐ വിൽ മേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. പിന്നെ ഞാൻ ഇറങ്ങും നാട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പോലെ.
എന്തോന്നാണ് ഇത്? മരം മുറിച്ച് കടത്തുന്നവരെയും മാനിനെ വേട്ടയാടുന്നവരെയും വാറ്റുകാരെയും പിടിക്കാനാണോ താൻ ഈ ഫോഴ്സിലേക്ക് കൂട്ടി കാട്ടിലലഞ്ഞത്? ഏയ്, അതിലൊക്കെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എനിക്ക് വേണ്ടത് അവരെയാണ്, മനസ്സിലായല്ലോ? സാറേ, വെറുതെ കിടന്ന് ചൂടായിട്ട് ഒരു കാര്യമില്ല. സാറ് വിചാരിക്കുന്ന പോലെ അവരെ നക്സലൈറ്റോ മാവോയിസ്റ്റോ ഒന്നുമല്ല. പിന്നെ സാറേ, ഞാൻ അന്നേ പറഞ്ഞല്ലോ, ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് പേഴ്സണൽ റിവെഞ്ച്. ഒന്നില്ലെങ്കിൽ ഇവരിലൊക്കെ പോലെ ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. സാറ് വിചാരിക്കുന്ന പോലെ ഇവർ ഈ ഉൾക്കാട്ടിലൊന്നല്ല താമസിക്കുന്നത്. ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ആദിവാസി ഊര് അവരുടെയൊക്കെ സഹായത്തോടെ, അല്ലെങ്കിൽ അവരൊരാളായിട്ട് നമ്മളെയൊക്കെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. സർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സർ, എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും. See this, ഫിറോസ്. ഇത് CSR കൊല്ലപ്പെട്ട സ്പോട്ടിൽ നിന്നെടുത്ത ഫോട്ടോസാണ്. അതെ സർ. ഇവിടെ അങ്ങിങ്ങായിട്ട് ചിതറിക്കിടക്കുന്ന കുപ്പിച്ചിലുകൾ കണ്ടോ? സാർ, ഇത് അന്ന് അവിടെ നടന്ന സ്ട്രഗിളിനിടയിൽ CSRന്റെ കയ്യിൽ നിന്ന് മദ്യക്കുപ്പി നിലത്തുകൊണ്ട് പൊട്ടിയതാവില്ല. ആവാം. താൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിൽ ചില ഗ്ലാസ് പീസുകളിൽ മാത്രം ഉറുമ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല, എല്ലാ ഗ്ലാസ് പീസുകളിലും ഉറുമ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. പ്രത്യേക കളറിലുള്ള ഗ്ലാസ് പീസുകളിലും മാത്രം. യെസ്, സാർ പറഞ്ഞ കറക്റ്റാണ്. ഈ പച്ച നിറമുള്ള കുപ്പികളിൽ മാത്രമാണ് ഉറുമ്പുകൾ കൂടി നിൽക്കുന്നത്. യെസ്. പക്ഷെ സാർ, ഇതിൽ നിന്ന് നമ്മളെങ്ങനെ? ഫിറോസേ, ആൽക്കഹോൾ കണ്ടന്റുള്ള ദ്രാവകത്തിൽ ഉറുമ്പുകൾ പതിയെ വന്നേക്കാം. എന്നാൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ട് ഉറുമ്പുകൾ അട്രാക്ട് ചെയ്യുന്ന ദ്രാവകം ഏതായിരിക്കും? സാർ, അതിപ്പോൾ ഷുഗർ കണ്ടന്റുള്ള എന്ത് വേണമെങ്കിലും ആവാം. ലൈക്ക് തേൻ പോലുള്ള എന്തെങ്കിലും. കുറ്റവാളികൾ നമ്മളിത് കണ്ടു കഴിഞ്ഞു ഫിറോസ്. സർ, പക്ഷെ അവരെന്തിനും നമുക്ക് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നല്ലേ നല്ലത്. അവർ സെക്കൻഡ് ഇന്നിംഗ് സ്റ്റാർട്ട്സ്. എന്താ മോളെ? പെറ്റ മക്കളെ പോലെയല്ലേ നീയും അവളൊക്കെ? എന്താടാ ഇത്? ഇത് ഏ മാറ്റർ? നീ തലയിട തലയിടും. അവള് എന്റെ പെണ്ണാ. അവളെ മുതൽ ആസപ്പെട്ടത് നാന്താ. അതല്ല ഞാൻ വെച്ചത്. എന്താ എന്താ എന്ന് തോന്നുന്നു. പോലീസോ?
ഒരു വണ്ടി വന്ന് അവിടെ നിർത്തിയിട്ടുണ്ട്. വല്ല കൊമ്പനോ മറ്റോ വഴി കാണുമായിരിക്കോ? സർ 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 ഇത് പുലിയൊക്കെ ഇറങ്ങുന്ന കാടാണ്. അത് കുഴപ്പമാവുമല്ലോ. ഇരിക്കാതെ സാധനത്തിനടുത്ത് പുറത്തോട്ട് വീഴൂ. ഒരു മിനിറ്റ്. കടുവേമ്പുലിയൊക്കെ കഴിക്കാൻ പോകുന്നല്ല, വെറുതെ കളയണ്ട. മാറുന്നു ചെല്ലടൂ. നല്ല കാട്ടുതേന. ചെല്ലടോ. Oh
കൊല്ലാനൊന്നല്ല, പക്ഷേ എന്തോ പന്തികേടുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഞാനും വരാം. വേണ്ട വേണ്ട. സർ, ആദ്യത്തെ ഈ 2 കൊലപാതകങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ഞാൻ ഈ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സാർ അത് നോട്ട് ചെയ്യാൻ മിസ് ചെയ്തായിരിക്കും. കൊല നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച അടയാളങ്ങളെല്ലാം ഒരേ ഗ്രൂപ്പിന്റെ തന്നെയായിരുന്നു. അതിൽ തന്നെ സ്ത്രീകളും ഉണ്ട്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ആവറേജ് എന്ത് പ്രായം? I think it is in between 25 and 40. There is one more point to note, sir. ഈ 3 പേരെയും കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളിലുള്ള ഫിംഗർ പ്രിന്റ്സ്, സ്പോട്ടിൽ നിന്ന് ലഭിച്ച മുടിനാര്, അതൊരു യുവതിയുടേതാണ്, ബിലോ 30 years.
रुको। എന്തായാലും ഫിറോസേ? ഇല്ല സാർ, അങ്ങനെ ഒരു അറ്റാക്ക് തണ്ടർബോൾട്ട് നടത്തിയിട്ടില്ലെന്നാണ് ക്യാപ്റ്റനെ വിളിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ തണ്ടർബോൾട്ട് ടീമിന്റെ 2 സിവിലിയൻസിന്റെ ബോഡി കാട്ടി നീട്ടുന്നത്? സാർ അത് സാർ ഇന്നലെ രാത്രിയിൽ വെടിവെച്ച കേട്ടെന്ന് ഊരിലെ ചിലർ പറഞ്ഞു. ശ്രദ്ധിക്കാനുള്ളത് സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോഷി മാത്യു. ഗുഡ് മോർണിംഗ് സർ. സർ, തണ്ടർബോൾട്ട് ടീം ക്യാപ്റ്റനൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു അല്ലേ? അതെ സർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി അങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ജോഷി, ഇന്നലെ രാത്രി നടന്ന അറ്റാക്കിന്റെ ക്യാപ്റ്റൻ മറ്റാരുമല്ല, അത് ഞാനാ, SP ഡേവിഡ് കുരുവിള. ഞാൻ പറഞ്ഞില്ല ജോഷി, ഫൈനൽ ഡിസിഷൻ ഞാൻ എടുക്കുമെന്ന്. ഒരേ ട്രാക്കിലൂടെ 2 പേർ ഓടുന്നത് ഫൗളല്ലേ മിസ്റ്റർ ജോഷി? അതുകൊണ്ട് താൻ ഈ കേസിന്റെ പിന്നാലെയുള്ള ഓട്ടം അങ്ങ് നിർത്തിയേക്ക്. താൻ ഗാലറിയിൽ നിന്ന് കളി കണ്ടാൽ മാത്രം മതി. സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് ഉപദ്രവകാരിയാകുന്ന തരത്തിൽ നാട്ടിൽ പുലി ഇറങ്ങിയാൽ ആ പുലിയെ പിടിക്കാൻ ഒരാടിനെ ഇരയായി കെട്ടിയിടാറില്ലേ നമ്മുടെ നാട്ടിൽ? അങ്ങനൊരു ഇരയെ ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ആ ഇരയെ തേടി ഏത് നിമിഷവും പുലി ഇവിടെ എത്തും.
എനിക്കറിയാമായിരുന്നു നിന്റെ അനിയത്തെ രക്ഷിക്കാൻ നീ ഇവിടെ തന്നെ വരുമെന്ന്. ഈ സ്ഥലം മറ്റാരേക്കാളും നിനക്കറിയാലോ അല്ലേ? അതുകൊണ്ടല്ലേ ക്ലൈമാക്സിന് ഈ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. കാട്ടിലെ ചെറുതേനും വൻതേനും ഒരുമിച്ച് കുടിച്ച് എനിക്ക് നർമാദിക്കണം. നാശം. Black beauty. Cute honey. Really hot. Yes, dear. I want her. അത്രയ്ക്ക് സുന്ദരിയാണോ അവൾ? അതും ഈ പട്ടിക്കാട്ടിൽ? Yes. She is young and fresh. Look, dear. എപ്പടി ഇരിക്കേ? കൊള്ളാലോ, കൊച്ചു പെണ്ണാണല്ലോ. ഷീസ് വെർജിൻ. എനിക്കൊന്ന് അർമ്മോദിക്കണം. നമ്മുടെ നിയമങ്ങൾക്കെതിരായുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും തടയുകയും നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. നിങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങൾ കൂടെയുണ്ടാകും. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ സഹായിക്കുക? പറ. ഞാൻ പറയാം. നിങ്ങൾക്ക് പരിചയമില്ലാത്തവരെ ആരെങ്കിലും ഊരുകളിലോ കാടുകളിലോ കണ്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂപ്പനെ വിവരം അറിയിക്കണം. മൂപ്പന ആ വിവരം ഞങ്ങളെ അറിയിക്കും. എന്തേ മൂപ്പ, അങ്ങനെയല്ലേ? അപ്പോൾ ഞങ്ങളോട് സഹകരിച്ചതിനും നിങ്ങളെ കാണാൻ സാധിച്ചതിനും നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിനും എല്ലാവരോടും നന്ദി, സ്നേഹം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ശരി, കാണാം കേട്ടോ. എല്ലാത്തിനും എനിക്ക് ഫുൾ മാർക്ക്. ഇതാണ് ആ ബ്ലാക്ക് ബ്യൂട്ടി. എന്റെ മോൾക്ക് ഫുൾ മാർക്ക്. മൂപ്പന്റെ മകളാണ് സർ, എന്റെ മൂത്ത മോളാ. എന്താ മോളുടെ പേര്? കനി. നല്ല പേരാണല്ലോ. എനിക്ക് 2 പെൺമക്കളാ സർ. സാറേ, മോൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അതെന്താ? അത് സാറേ, അത് ഞാൻ പറയാം സാറേ. ഈക്ക് പോലീസുകാരിയാകാനായി ഇഷ്ടം. ആണോ? സാറൊന്ന് സഹായിക്കണം. അതിനെന്താ സഹായിക്കാതെ? മോക്ക് ചുരുക്കം വേണം. മോളെ, ഇത് നേഹ, ഇവിടുത്തെ വലിയ ഓഫീസറാണ്. മോക്കും ഇവരെ പോലെ വലിയ ഓഫീസറാവണ്ട. അതിന് ചില ടെസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ പാസ്സായിട്ട് ഇവരെ പോലെ യൂണിഫോം ഒക്കെ ഇട്ട് തോക്കൊക്കെ പിടിക്കണ്ടേ. ശരി. അത് ശരിയല്ലല്ലോ മഹാദേവ. തനിക്കാറും എനിക്കഞ്ചും. എൻ്റെ സാറേ, ഫോറസ്റ്റ് ഓഫീസിൽ ഞാൻ മാത്രമല്ല, ഇതാ ഇവരും പിന്നെ കുറേ സബോർഡിനേറ്റ്സ് പുറത്തുമുണ്ട്. എല്ലാവർക്കും കൂടെ വീതിക്കണ്ടേ? എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ സാറ് പൊടി തട്ടിയാൽ പോകും. റിസ്ക് മുഴുവൻ എനിക്കാ.
നടക്കട്ടെ നടക്കട്ടെ. എന്തായാലും ഒരു പൊല്ലാപ്പുമില്ലാതെ കച്ചവടം നടന്നല്ലോ. ഒന്നും അറിയാത്ത പാവ ആദിവാസികളെ കൊണ്ട് മരം മുറിപ്പിച്ചെടുത്ത്. എത്തിയോ? ഹാളിൽ കയറ്റി. Forbidden fruit. സാറേ, കാട്ടുതിനാണെങ്കിൽ ഈ ഉള്ളത് വേണമായിരുന്നു. നോക്കാം. സാറേ, നമ്മൾ പങ്കുവെച്ചടക്കാരല്ലേ? സമാധാനിക്കടോ. എന്നാലും ഒരു സഞ്ജൻ പോയിക്കോട്ടെ. बाहर से कोई अंदर ना आ सके, अंदर से कोई बाहर ना जा सके.
സർ. എന്താ ഫിറോസ്? നായർക്കെന്ത് പറയാനുണ്ട്? പറഞ്ഞാരേ. എൻ്റെ ഒരു ഊഹമാണ് സാർ. ഇന്നലെ രാത്രി കുരുവിള സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറയുന്ന രീതിയിലുള്ള എൻകൗണ്ടർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. പഴയ മൂപ്പനെയും കൂട്ടരെയും കൊല്ലാൻ നടത്തിയ എൻകൗണ്ടർ അല്ലേ? അല്ല നേരെ കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ എല്ലാം അറിഞ്ഞു. എല്ലാം അറിയാമായിരുന്ന താൻ വലിയൊരു ക്രൈമായി ഇത്ര നാൾ മറച്ചു വെച്ചത് മനസ്സിലായോ? സർ, സർ നായർ പറഞ്ഞതുപോലെയാണെങ്കിൽ കുരുവിള സാർ. അങ്ങനെയാണെങ്കിൽ പുലിമട ചെന്ന് പെട്ടേക്കുന്നത് യഥാർത്ഥ ഇരയല്ലേ ഫിറോസ്? ഇപ്പോഴേ നാട്ടുവൈദ്യമാരുടെ രീതിയില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കുന്ന രീതി. ഇനി ഈ ഗെയിമിൽ നമുക്ക് കളിക്കാനുള്ള സമയമാണ് ഫിറോസ്. Game is in the final round. നിന്റെ ആചാരമുറപ്രകാരം തൈലാഭിഷേകം ചെയ്യാനാ, തേൻ കൊണ്ട്. No! അപ്പ രുക്കുവിനെ കൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. പേടിക്കണ്ടപ്പാ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ എത്തും. ഇപ്പൊ നമ്മൾ ഒരുമിച്ചിറങ്ങാൻ നിന്നാൽ അത് അപകടമാണ്. അപ്പം ചെയ്യും. ചേച്ചി സൂക്ഷിക്കണം.
രുചിയുണ്ടോ? കാട്ടുതേനാണത്. നിനക്കതല്ലടാ ഇഷ്ടം. തലപ്പത്ത് വൻ അഴിച്ചുപണി. SP ഡേവിഡ് കുരുവിളയുടെയും ഫോറസ്റ്റ് ഓഫീസർ നേഹ ചൗധരിയുടെയും കൊലപാതകത്തെ തുടർന്ന് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കൊരുങ്ങി സർക്കാർ. CI ജോഷി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും വൻ പരാജയമായതോടെ വയനാട്ടിലെ കൊലപാതക പരമ്പരയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. സർ, ഇതെന്താണ്? ഒരു കൊറിയറാണ് സർ. കൊറിയറോ? കൊറിയർ. ഓ, അവരെ പിടിക്കുന്നതിന് മുൻപ്
എനക്ക് പറയാനുള്ള കൂടി കേക്കണം സാറേ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡേവിഡ് കുരുളയെ വധിക്കാൻ ശ്രമിച്ച മാവോയിസ്റ്റ് സംഘത്തെ SI വർക്കിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എൻകൗണ്ടർ അറ്റാക്കിലൂടെ വെടിവെച്ചു കൊന്നു. ഈ വാർത്ത ഇങ്ങനെ മാത്രമേ നാളെ പുറലോകം അറിയാൻ പാടുള്ളൂ. നായർക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. The thriller of the show, messing with all the folks around. Don't mess with the lady on the go. Everybody says beauty with the brain. Here comes the thriller of the show, messing with all the folks around. She's gonna be rocking all the game. Messing with all the folks around. Don't mess with the lady on the go. പിതാവിനും പുത്രനും പരിശുദ്ധ
വയലറ്റിൻ പൂക്കൾ പൂക്കും വനിയാകെ ഹേ ഹേ ചിറകോലും മോമൽ പ്രാവായി ഒഴുകാമേ ഹേ ഹേ വയലറ്റിൻ പൂക്കൾ പൂക്കും വനിയാകെ ഹേ ഹേ ചിറകോലും മോമൽ പ്രാവായി ഒഴുകാമേ ഹേ ഹേ കിനാവിൻ മുകിലിലും താരാഗണങ്ങൾ എഴുതി നീ കണ്ണടച്ചു വഴിയോരം നിൽക്കെ കാതിൽ വന്നു മൊഴിപ്പാടു കനികേ വയലറ്റിൻ പൂക്കൾ പൂക്കും വനിയാകെ ഹേ 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 ചിറകോലും മോമൽ പ്രാവായി ഒഴുകാമേ ഹേ 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 ആകാശം പോലെ മിന്നും നീലക്കണ്ണെന്റെ എന്റെ ആരാരും കാണാതെന്നെ ചാരത്തായി ചേർക്കുന്നില്ലേ നീലാവിൻ മോഹക്കൂട്ടിൽ കൂടെ കൂടാനോ വിടാതെ തമ്മിൽ തമ്മിൽ സ്നേഹം പെയ്തിടാനോ വയലറ്റിൻ പൂക്കൾ പൂക്കും വനിയാകെ ഹേ 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 ചിറകോലും മോമൽ പ്രാവായി ഒഴുകാമേ ഹേ 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 Do whatever you want. You live in me like I live in you. Come on, my baby, come and cover me over.